എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. വിരസമായ ജീവിതത്തെ നമുക്ക് എങ്ങനെ അർത്ഥപൂർണ്ണമാക്കാം എന്ന് നമുക്ക് നോക്കാം. ഉത്കണ്ഠ, വിഷാദം, മറ്റ് മാനസിക അസ്വസ്ഥങ്ങൾ എന്നിവയുടെ നിരക്ക് അതിവേഗം ഉയരുകയാണ്. ഇരുണ്ടതും ഉത്കണ്ഠാകുലമായ ഈ വികാരങ്ങളെ നേരിടാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരാൾക്ക് ഇവയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രധാന വഴി താൻ അർത്ഥവത്തായ ജീവിതം നയിക്കുന്നു എന്ന ബോധമാണ്. നിങ്ങളുടെ ജീവിതത്തിന് അർത്ഥമില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ താല്പര്യമുള്ള കാര്യങ്ങൾ കണ്ടെത്തുന്നതിന് നിങ്ങൾ പാടുപെട്ടേക്കാം. കൂടാതെ പലപ്പോഴും വിരസമായതോ നിസ്സംഗതയോ അന്യവൽക്കരണമോ അനുഭവപ്പെടാം. തുടർച്ചയായ ഈ അസ്വസ്ഥത ജീവിതം കീഴ്മേൽ മറിച്ചേക്കാം. നേരെ മറിച്ച് ആളുകൾക്ക് തങ്ങളെ നയിക്കുന്ന ഒരു ലക്ഷ്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞാൽ അവരുടെ ജീവിതം പൂർണ്ണമാണെന്ന ഒരു തോന്നൽ ഉളവാക്കുന്നു. തങ്ങൾ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ പ്രാധാന്യം അർഹിക്കുന്നുവെന്നും ലോകത്തിൽ മാറ്റം ഉണ്ടാക്കാൻ പ്രാപ്തരാകുമെന്നും അവർ കരുതുന്നു. ഈ ബോധത്തോടെ നമുക്ക് നേരെ തിരിയുന്ന പ്രവണതകൾക്കും അമ്പുകൾക്കും മുന്നിൽ ഒരാൾക്ക് ശക്തമായി എഴുന്നേറ്റ് നിൽക്കാൻ കഴിയും. അർത്ഥവത്തായ ജീവിതം നയിക്കുന്നതിന് ചില തരത്തിലുള്ള ബന്ധങ്ങൾ വളരെ പ്രധാനമാണെന്ന് ഗവേഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. സ്റ്റീവ് ഗെയിൻ എഴുതിയ സ്റ്റാർട്ട് മേക്കിംഗ് സെൻസ് എന്ന പുസ്തകം അതിലേക്കുള്ള സൂചകങ്ങൾ നൽകുന്നു. വ്യക്തികളുടെ ജീവിതം വേണ്ടത്ര ബന്ധങ്ങളിൽ ആയിരിക്കുമ്പോൾ അവരുടെ ജീവിതം ശരിക്കും പ്രാധാന്യമെന്ന് അവർ തോന്നുന്നു. എന്നാൽ നിരവധി ദശാംശങ്ങളായി ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ ഭീഷണിയിലാണെന്ന് സ്റ്റീവ് ഹെയിൻസ് ചൂണ്ടിക്കാട്ടുന്നു. ലോകമെമ്പാടും സമാനമായ പ്രവണതകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഭീഷണി യുഎസിൽ കൂടുതലാണെന്ന് അദ്ദേഹം പറയുന്നു. കഴിഞ്ഞ തലമുറകളിലായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭൂരിഭാഗം അമേരിക്കക്കാർക്ക് മുമ്പുണ്ടായതിനേക്കാൾ അടുത്ത വ്യക്തിബന്ധങ്ങൾ കുറവാണ്. 30 വർഷത്തിനിടെ തങ്ങൾ 3 സുഹൃത്തുക്കളോ അതിൽ കുറവോ മാത്രമേ ഉള്ളൂ എന്ന് റിപ്പോർട്ട് ചെയ്യുന്നവരുടെ എണ്ണം 80%-ലധികം വർദ്ധിച്ചു. മാത്രമല്ല, ഒറ്റയ്ക്ക് താമസിക്കുന്നവരുടെ ശതമാനം ഉയർന്നു. കുടുംബത്തോടൊപ്പം താമസിക്കുന്ന പലരും അവരുമായി ഇടപഴകുന്നത് കുറഞ്ഞു. മുൻ ദശകങ്ങളെ അപേക്ഷിച്ച് അവരുടെ കമ്മ്യൂണിറ്റികളുമായി ഇടപഴകുന്നത് കുറവാണ്. കൂടുതൽ പേരും നേരത്തെ സർവീസ് ക്ലബ്ബുകൾ, കമ്മ്യൂണിറ്റി സ്പോർട്സ് ലീഗുകൾ, മറ്റ് പ്രാദേശിക ഗ്രൂപ്പുകൾ എന്നിവയിൽ ഉൾപ്പെട്ടവരോ അയൽക്കാരുമായി പതിവായി കാർഡ് ഗെയിമുകൾക്കായി ഒത്തുകൂടിയവരോ ആയിരുന്നു. ഇതിനെല്ലാം ഇടയിൽ ജോലിയുമായി ബന്ധപ്പെട്ട നിരവധി മാറ്റങ്ങൾ ആളുകളുടെ ബന്ധത്തെ ദുർബലപ്പെടുത്തി. കൂടുതൽ പേര് അവരുടെ വീടിൻ്റെ അന്തരീക്ഷത്തിൽ നിന്ന് വിദൂരമായി ജോലി ചെയ്യുന്നു. സമൂഹബോധം ഇവരിൽ നിന്ന് ഇല്ലാതാകുന്നു. ഗിഗ് സമ്പദ് വ്യവസ്ഥയുടെ ഉയർച്ചയോടെ ആളുകൾ മുമ്പത്തേക്കാൾ കൂടുതൽ ജോലികളിലേക്ക് മാറുന്നു. അവസാനമായി പലർക്കും അതിഭൗതികമായ ഒരു ഉന്നത ശക്തിയുമായുള്ള ബന്ധത്തിൻ്റെ വികാരങ്ങൾ ക്രമാനുഗതമായി നഷ്ടപ്പെടുന്നു. ഒരു മതവും പിന്തുടരുന്നതെന്ന് 5% മാത്രം പറഞ്ഞിരുന്ന ഒരു രാജ്യത്തിൽ നിന്ന് കഴിഞ്ഞ 50 വർഷത്തിലെ 30% ആളുകൾ മതപരമായ ബന്ധമില്ലാത്ത രാജ്യമായി യുഎസ് മാറിയിരിക്കുന്നു. ചില രാജ്യങ്ങളിൽ മതപരമായ ഇടപെടൽ താഴ്ന്ന നിലയിലേക്ക് കുറയുകയും ചെയ്തു. എങ്ങനെ ഈ പ്രതിസന്ധിയെ നേരിടാമെന്ന് നമുക്ക് നോക്കാം. ജീവിതത്തിന് സ്വയം അർത്ഥം നിർവചിക്കുക. നിങ്ങളുടെ സ്വന്തം ജീവിതം എത്രത്തോളം ബന്ധങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കുക. അടുത്ത ബന്ധങ്ങൾ, സമൂഹം, ജോലി, ആത്മീയത എന്നീ മണ്ഡലങ്ങളിൽ നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കുക. ഇവ വിലയിരുത്തി ഒരു ഹ്രസ്വ ഓഡിറ്റ് നടത്തുക. ഈ മേഖലകളിലെ നിങ്ങളുടെ ബന്ധങ്ങൾ ജീവിതാർത്ഥത്തിൻ്റെ വിശ്വസനീയമായ ഉറവിടങ്ങളിലാകുന്നുണ്ടോ? മേൽപ്പറഞ്ഞവ നിങ്ങളുടെ സ്വന്തം അനുഭവം പരിഗണിച്ച ശേഷം ഒരു സ്കോർ നൽകുക. അതിലൊന്ന് വളരെ നന്നായി ബന്ധിക്കപ്പെട്ടതില്ല, 2 നന്നായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, 3 സമർത്ഥമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്നിങ്ങനെ. അടുത്ത ബന്ധങ്ങൾ സൂക്ഷിക്കുക. ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ പോലെ നമ്മൾ സ്നേഹിക്കുന്ന ആളുകളുമായി സമയം ചെലവഴിക്കുമ്പോഴാണ് ജീവിതം കൂടുതൽ അർത്ഥവത്താകുന്നതെന്ന് നമുക്ക് തോന്നാറുണ്ട്. പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളുമായുള്ള ബന്ധം പലർക്കും വളരെ പ്രധാനമാണ്. അവ പല പതിറ്റാണ്ടുകളോ ജീവിതകാലം മുഴുവനോ നീണ്ടു നിന്നേക്കാം. കുടുംബങ്ങൾ പല പാരമ്പര്യങ്ങളും മൂല്യങ്ങളും മതവിശ്വാസങ്ങളും പങ്കിടുന്നു. കൂടാതെ കുട്ടികളെയോ പ്രായമായവരെയോ വളർത്തുമൃഗങ്ങളെ പരിപാലിക്കുന്നത് പോലുള്ള കെയർ ടേക്കർ റോൾ ആരെങ്കിലും ഏറ്റെടുക്കുമ്പോൾ അവർക്ക് പലപ്പോഴും ശക്തമായ അർത്ഥപൂർണ്ണത അനുഭവപ്പെടുന്നു. നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധങ്ങൾ ലിസ്റ്റ് ചെയ്ത് ഈ ആളുകളുമായി നിങ്ങൾക്ക് എങ്ങനെ ബന്ധമുണ്ടെന്ന് ചിന്തിക്കാൻ ഒരു നിമിഷം ചെലവഴിക്കാം. ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകുന്നത് നിങ്ങളുടെ വ്യക്തിത്വത്തെ ബന്ധിപ്പിക്കുന്ന കൂട്ടായ സ്വത്വബോധം നൽകും. നിങ്ങൾ ഏതെങ്കിലും സമുദായത്തിൽപ്പെട്ടവരാണെന്ന് നിങ്ങൾ തോന്നുന്നുവെങ്കിൽ അങ്ങനെ. ഈ ബന്ധം ഒരു സംഗീത ട്രൂപ്പോ സ്പോർട്സ് ടീമോ പോലുള്ള സാമൂഹികവും വിനോദപരമായ ലക്ഷ്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതുമാകാം. പ്രകൃതിയെ സംരക്ഷിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു ഗ്രൂപ്പ് പോലെയുള്ളതാണെങ്കിൽ ഒരു പ്രധാന മൂല്യത്തേക്ക് നിങ്ങൾ നയിക്കപ്പെടാം. നിങ്ങൾക്ക് ബന്ധമുണ്ടെന്ന് തോന്നുന്ന ഏതെങ്കിലും കമ്മ്യൂണിറ്റികളിൽ രേഖപ്പെടുത്തുക. അവ ഔപചാരികമായോ അല്ലെങ്കിൽ കൂടുതൽ അനൗപചാരികമായോ സ്ഥിരമായി കണ്ടുമുട്ടുന്ന ഒരു കൂട്ടം ചങ്ങാതിമാരുടെ കൂട്ടം പോലുള്ളവ നിങ്ങൾക്ക് എത്രയോ ശക്തമായ ബന്ധമുണ്ടെന്ന് വിലയിരുത്തുക. അടുത്തതാണ് ജോലി. ആളുകളുടെ ജോലികൾ അർത്ഥവത്തായ ഒരു ജീവിതത്തിൻ്റെ അടിത്തറയെ വിലമതിക്കാത്ത പങ്ക് വഹിക്കുന്നു. കാരണം അവ പലപ്പോഴും സ്വന്തം വികാരങ്ങൾ
നൽകുകയും വൈദഗ്ധ്യം, മൂല്യബോധം എന്നിവയ്ക്ക് സംഭാവന നൽകുകയും ചെയ്യുന്നു. പുരോഹിതന്മാർ, അധ്യാപകർ, ആരോഗ്യ പരിപാലകർ തുടങ്ങിയ മറ്റുള്ളവർക്ക് ചില തരത്തിലുള്ള സേവനം വാഗ്ദാനം ചെയ്യുന്ന ജോലികൾ ഉൾപ്പെടെ പല തരത്തിലുള്ള ജോലികൾ അർത്ഥബോധം നൽകുന്നതിന് പ്രത്യേകിച്ച് സഹായകരമാണെന്ന് ഗവേഷണത്തിൽ കണ്ടെത്തി. അർത്ഥവത്തായ ജോലിയുമായി നിങ്ങൾക്ക് എത്രത്തോളം ബന്ധമുണ്ടെന്ന് നിങ്ങൾ സ്വയം വിലയിരുത്തുക. അവ എന്താണെന്ന് എഴുതുക. നിങ്ങൾ കൈവശം വെച്ചിരിക്കുന്ന ഒരു ഔപചാരിക ജോലിയുടെ വശങ്ങൾ അല്ലെങ്കിൽ ആ ജോലിക്ക് പുറത്തുനിന്ന് ചെയ്യുന്ന ഏതെങ്കിലും ജോലിയുടെ വശങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടാം. നിങ്ങളുടെ ദൈനംദിനമായ ഭൗതിക യാഥാർത്ഥ്യത്തെ മറികടക്കുന്ന ഒരു ശക്തി ഉണ്ടെന്ന് ആളുകൾ വിശ്വസിക്കുമ്പോൾ സ്വന്തം ജീവിതത്തേക്കാൾ വളരെ വിപുലമായ ഒന്നിൻ്റെ ഭാഗമാണെന്ന് തങ്ങളെന്ന് അവർ മനസ്സിലാക്കുന്നു. മാത്രമല്ല, മഹത്തായ ഒരു പദ്ധതിയിൽ അവരുടെ ജീവിതം പ്രാധാന്യമർഹിക്കുന്നതായി തോന്നിയാൽ അത് അവരെ സഹായിക്കും. ഈ നേട്ടങ്ങൾ ഒരു ഔപചാരികമായ മതത്തിൽപ്പെട്ടവർക്ക് മാത്രമുള്ളതല്ലെന്നും ആത്മീയമാണെന്നും മതപരമല്ല എന്നും വീക്ഷിക്കുന്നവർക്കും ഈ ബോധം ഉയർന്നു വരുന്നതായി ഗവേഷണം കണ്ടെത്തിയെന്ന് സ്റ്റീവ് ഹെയ്ൻ പറയുന്നു. ഉദാഹരണത്തിന്, പ്രകൃതിയിലോ ധ്യാനത്തിലോ ആയിരിക്കുമ്പോൾ മതവിശ്വാസികളല്ലാത്ത ആളുകൾക്ക് ആത്മീയമായ ബോധം അനുഭവപ്പെട്ടേക്കാം. അതിനാൽ ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് സ്വയം ചോദിക്കുക, ഒന്നുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്ക് എത്രത്തോളം ഏറ്റവും അർത്ഥപുരുഷമായി തോന്നുന്നുവെന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക. ഓൾവേസ് സ്റ്റേ ബുഷ് ആൻഡ് സ്റ്റേ ഹാപ്പി.